മുല്ലപ്പെരിയാറിൽ ക്രമാതീതമായി ജലം ഉയരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. 135 അടിയായി ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്, അതോ കുഴപ്പമില്ല സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്? വെള്ളം തമിഴ്നാട് ആവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ജലനിരപ്പ് സാധാരണ നിലയിലേക്ക് എത്താനും ഈ പറയുന്ന ഒരു 137 അടിയാണല്ലോ പരമാവധി ജലം സംഭരിക്കാൻ പെർമിഷൻ ഉള്ളത്. അപ്പോൾ അത് കവിയാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും മഴ ഇന്നലെ വരെ വളരെ ശക്തമായിരുന്നു. ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അവിടെയുള്ള ആ പ്രദേശത്തൊക്കെ മഴ കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് 135 അടിയിലെത്തുകയായിരുന്നു. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. അപ്പോൾ ഇത് തുറക്കുന്നതിനുള്ള ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ നാളെ അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാടിൻ്റെ തീരുമാനം. നിലവിൽ റൂൾ കർവ് പ്രകാരം 136 അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ 30 വരെ സംഭരിക്കാനാവുക. സെക്കൻഡിൽ 6100 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. 135 അടിയിൽ താഴെയാണ് ജലനിരപ്പെന്നതിനാൽ തമിഴ്നാടിന് പരമാവധി 2000 ഘനയടി വരെ വെള്ളം വൈഗയിലേക്ക് കൊണ്ടുപോകാം. നിലവിൽ 1860 ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് 2000 വരെ ആക്കാൻ കഴിയും. പിന്നെ നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം വന്നാലും പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. 72 അടി പരമാവധി സംഭരണ ശേഷിയുള്ള വൈഗ അണക്കെട്ട് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. വെള്ളിയാഴ്ച, അതായത് ഇന്ന്, മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ കൂടുതൽ വെള്ളം വൈഗയിലേക്ക് ഒഴുക്കി 136 അടിക്ക് താഴെ ജലനിരപ്പ് നിലനിർത്താൻ തമിഴ്നാട് ശ്രമിക്കും. 2021 ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് അണക്കെട്ടിൽ നിന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2022 ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത്. അപ്പോൾ അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു കാലപ്പഴക്കം അത് പരിശോധിച്ചാൽ അന്ന് ബ്രിട്ടീഷുകാർ സുർക്കി മിശ്രിതമൊക്കെ കൊണ്ട് നിർമ്മിച്ചൊരു അണക്കെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നായി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബലക്ഷയം അല്ലെങ്കിൽ ബലം കുറവാണ്. അതിനൊക്കെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൊരു വലിയ അപകടമുണ്ടായിട്ട് ഇപ്പോൾ അണക്കെട്ടങ്ങനെ പൊട്ടിയാൽ 3 ജില്ലകളെ അത് ബാധിക്കും, ഒരുപാട് മരണം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അത് വലിയ ആശങ്ക കേരളത്തിൻ്റെ മുകളിൽ എന്നും നിലനിൽക്കുന്ന ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു വീക്ഷണം, നമ്മൾ മലയാളികൾ പുലർത്തുന്ന വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാകില്ല, ഒന്നും ഉണ്ടായേക്കില്ല, ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും, അപകടം ഉണ്ടാകില്ല, തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിന് കേരളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനെ ഒരു നിലപാടൊക്കെയാണ് മലയാളിക്കുള്ളത്. മലയാളി പൊതുവെ അങ്ങനെയാണല്ലോ, മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്ഥിതിയൊക്കെയാണ് പൊതുവിൽ കാണിക്കുന്നത്. വ്യക്തിപരമായിട്ട് മലയാളികളിൽ മാറ്റം ഉണ്ടാവും, എല്ലാ മനുഷ്യരെയും പോലെ. പക്ഷേ ഈ ഒരു കാര്യത്തിനകത്ത് അങ്ങനെയല്ല. നമ്മളൊരു സിന്ധു നദീജലത്തിൽ പോലും ഇന്ത്യയുടെ ഒരു പൊതുവികാരത്തിലല്ല മലയാളികൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. എല്ലാവർക്കും വെള്ളം വേണ്ടേ എന്നൊക്കെയുള്ള മാനുഷികമായ പരിഗണനയാണ്. ശത്രുക്കൾ നമ്മളോട് മാനുഷിക പരിഗണന കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും മലയാളി അങ്ങനെ കാണിക്കുന്നവരാണ്. അപ്പോൾ തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുക, കേരളത്തിന് സുരക്ഷ വേണമെന്നുള്ളതായിരുന്നു മുമ്പ് തൊട്ട് തന്നെ കേരളം ഉയർത്തുന്ന മുദ്രാവാക്യം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മളുടെ മുകളിൽ നിൽക്കുന്ന ഈ തുയ്സ്റൈസിൻ്റെ വാള് പോലെ നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു എപ്പോഴും വേണമെങ്കിലും പൊട്ടി വീഴാമെന്നുള്ള ഒരു അവസ്ഥയിലൊരു അപകടം നിലനിൽക്കുന്നുണ്ട്. പുതിയ ഡാം പണിഞ്ഞ് ഈ കരാർ പുതുക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കരാർ പുതുക്കുമ്പോൾ വലിയ കരാർ, പുതിയ ഡാമാണെങ്കിൽ പുതിയ കരാർ വേണ്ടി വരും. അങ്ങനെ പുതിയ കരാർ വേണ്ടി വരുമ്പോൾ തമിഴ്നാടിനോട് നമുക്ക് പല നിബന്ധനയും വെക്കേണ്ടി വരും. ഈ തരുന്ന പണത്തിൻ്റെ അളവ് കൂട്ടേണ്ടി വരും, കൊടുക്കുന്ന വെള്ളത്തിന് നിയന്ത്രണം വേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് തമിഴ്നാട് ഈ പറയുന്ന പ്രശ്നവുമായിട്ട് നിൽക്കുന്നത്. അപ്പം നദീജല തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോൾ കേരളവും ആന്ധ്രയും തമിഴ്നാടും കർണാടകയും ഒക്കെ തമ്മിൽ ഈ പറയുന്ന ഇതേ പ്രശ്നങ്ങളുണ്ട് പല നദികളുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം കേരളത്തിൻ്റെ സുരക്ഷയാണ്. നദീജലം കൊണ്ടുപോകുന്നതിൻ്റെ പ്രശ്നമോ മറ്റൊന്നുമല്ല, വലിയ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഈ മുല്ലപ്പെരിയാർ നിൽക്കുന്ന എത്ര ഉയരത്തിലാണെന്ന് നമുക്കറിയാം. ആ ഉയരം കേരളത്തിൻ്റെ സാമാന്യ ഒരു ഭൗമ ഉപരിതലത്തിനേക്കാൾ എത്രത്തോളം ഈ പറയുന്ന മുകളിലാണെന്നറിയാം. അപ്പോൾ ഇത് പൊട്ടി ഒലിച്ചു വരികയല്ല ചെയ്യുന്നത്, പൊട്ടി പതിക്കുകയാണ് ചെയ്യുന്നത്, താഴേക്ക് ഈ വെള്ളം വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ എത്ര മാരക ശേഷിയാണ് അതിലുള്ളത്, എത്ര വാർഡുകളാണ് ഒലിച്ചു പോയത് എന്നുള്ളത് നമുക്കറിയാം. ഈ പറയുന്ന വയനാട്ടിൽ ഒരു ഗ്രാമത്തിൻ്റെ ഏതാണ്ട് സമ്പൂർണ്ണമായ മേഖല മുഴുവൻ തന്നെ ഒഴുക്കിക്കൊണ്ടുപോയി. അപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കേരളത്തിൻ്റെ 3, 4, 5 ജില്ലകൾ ഇതിൻ്റെ നേരിട്ടുള്ള അപകടത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആദ്യം മുതലേ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്.
ഈ പറയുന്ന പെരിയാർ നദി ഒഴുകി പോകുന്നതിലാണ് എറണാകുളത്തൂടെയാണ്. എറണാകുളം ഒന്നും ബാക്കി കാണില്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ പ്രദേശം ഒന്നും തന്നെ കാണില്ല. എത്രയോ അടി പൊക്കത്തിലായിരിക്കും ചെളി വന്നടിയുക എന്നുള്ളതാണ്. കാരണം മണ്ണാണ് ഒലിച്ചു വരുന്നത്. അതായത് ഈ പറയുന്ന വെള്ളം വന്ന് വെള്ളം പൊങ്ങുകയല്ല ചെയ്യുന്നത്. ഒരു വലിയ മണ്ണ് മലയുടെ ഒരു ഭാഗം തന്നെ സഹ്യപർവ്വതം ഇടിഞ്ഞ് കുഴമ്പ് പരുവത്തിൽ ഇങ്ങ് വരും. കല്ലും പാറയും മരങ്ങളും എല്ലാമായിട്ട് രക്ഷാപ്രവർത്തനം ഒന്നും പോയിട്ട് ഒന്നും ചെയ്യാനില്ല. അവിടെ ഒന്നും ചെയ്യാനില്ല, മണ്ണിനടിയിലാവുകയാണല്ല. അപ്പോൾ ഒരു പ്രദേശമാകെ, ഒരു സംസ്ഥാനത്തിന്റെ ഏതാണ്ട് പകുതിയോളം പ്രദേശം മുഴുവൻ മണ്ണിനടിയിലാവുന്ന ദുരന്തമാണ് മുല്ലപ്പെരിയാറിൽ പൊട്ടിയാൽ സംഭവിക്കുക എന്നുള്ളത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ. അപ്പം നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഒരിക്കലും അപകടം ഉണ്ടാവരുത് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിനെന്ത് പരിഹാരം, അത് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കുന്നതിനെ പറ്റി തമിഴ്നാട് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്ന അവർ ഇതിനകത്ത് ഡാമിനകത്ത് ഡ്രില്ലിംഗ് നടത്തി പറഞ്ഞ ബലപ്പെടുത്തി ഇതിനെ കെട്ടി വലിയ രീതിയിൽ ബലപ്പെടുത്തിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത് പൊട്ടില്ല, ഇരുമ്പ് വടമൊക്കെ ഉപയോഗിച്ച വലിയ രീതിയിൽ ഇതിനെ ബലപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കോടതിയിൽ നിന്ന് അനുമതിയൊക്കെ വാങ്ങിച്ച് 137 അടിയാക്കി ഇപ്പോൾ അവർ വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിനുള്ള വലിയ ഒരു ഭീഷണി ഇനി അഥവാ ഇത് പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? പൊട്ടിയാൽ ദക്ഷിണേന്ത്യയിൽ കേരളവും തമിഴ്നാടും രണ്ടായിട്ടങ്ങ് വിഭജിക്കപ്പെടും. കേരളം ഒന്നൊന്നും തമിഴ്നാട് ഒന്നൊന്നും ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം കലാപം ഉണ്ടാവും. പിന്നെ കാരണം മലയാളികൾ ഇപ്പോൾ ഇത്രയും പേര് ഇത്രയും ഭാഗം കേരളം മൊത്തം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാളികൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു വലിയ കലാപത്തിലേക്ക് പോകും. അത് ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കും, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നദീജല കരാറിന് പിന്നെ പ്രസക്തമാകില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ. മനുഷ്യരുണ്ടെങ്കിലല്ലേ ചർച്ച. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു ഇടപെടിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും, കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളെയും തമ്മിൽ സംസാരിപ്പിച്ച് അല്ലെങ്കിൽ അതുമായി ഒരു ധാരണയിലെത്താൻ. ധാരണ വേറെ ഒന്നുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, പുതിയ ഡാം പണിയുക. പുതിയ ഡാം ആ പ്രദേശത്ത് പുതിയ ഡാം പണിഞ്ഞ് പഴയ ഡാമിനെ ഡിസ്മാൻഡിൽ ചെയ്ത് പുതിയ ഡാമിൽ നിന്ന് അവർക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള അനുമതി കൊടുക്കുക. എന്നിട്ട് ആ കരാർ ഇത്ര ശതമാനം വെള്ളം തമിഴ്നാടിന്, ഇത്ര ശതമാനം വെള്ളം കേരളത്തിന് എന്നുള്ളതിനെ പറ്റിയിട്ട് പൂർണ്ണമായ ധാരണയിലെത്തുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഈ പാരലായിട്ടൊരു ഡാം നിർമ്മിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് വേണ്ടത്. അത് നിർമ്മിക്കാനായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ എത്രയോ കൺസ്ട്രക്ഷൻസ് നടക്കുന്നു സംസ്ഥാന സർക്കാർ. ഇപ്പൊ വലിയ സൊസൈറ്റിക്ക് കൊടുത്താൽ പെട്ടെന്ന് ചെയ്തു തരുമല്ലോ. വലിയ തോതിലുള്ള ദേശീയപാതയും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെനാബ്, സിന്ധു, സത്ലജ്, രവി, ബയാസിനൊക്കെ കുറുകിയ നിരവധി അണക്കെട്ടുകൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ രാജ്യത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല, ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്. അപ്പോൾ ഒരു പുതിയ ഡാം കെട്ടുക. അത് കെട്ടാതിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകും. അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. എത്രയൊക്കെ ഡാം ബലപ്പെടുത്തിയാലും ഒന്ന് ആലോചിച്ചു, 50 കൊല്ലത്തേക്ക് നിർമ്മിച്ച ഒരു ഡാമാണ്. ഇപ്പൊ നൂറ്റാണ്ടിനോട് എടുക്കുന്നു. അപ്പൊ അത്രയും കാലപ്പഴക്കമുള്ള ഒരു അണക്കെട്ട് നിലനിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഭയം ഉണ്ടാവില്ലേ? അപ്പൊ ഇത് വലിയ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുകയും അവിടെ ഒരു പുതിയ ഡാം പണിയുകയുമാണ് വേണ്ടത്. ഒരു പുതിയ ഡാം പണിഞ്ഞ് കരാർ പുതുക്കി പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുക എന്നുള്ള, അല്ലാതെ ശാശ്വത പരിഹാരം ഇതിന് ആ ഒരൊറ്റ പരിഹാരം തന്നെയാണുള്ളൂ, വേറെ ഒന്നുമല്ല ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.